ആ അധ്യാപിക അങ്ങനെയല്ലായിരുന്നു എങ്കിൽ ഈ കുട്ടികൾ ഒന്നടങ്കം പ്രതിഷേധവുമായി, ആ സ്കൂൾ മൊത്തം ഒന്നടങ്കം പ്രതിഷേധവുമായി വരില്ല. സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യാ നിരക്ക് ഇങ്ങനെ കൂടുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിങ്ങലുണ്ട്. കുട്ടികൾ എന്താണ് ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത്? ജീവിതം ഇതല്ലല്ലോ. ബന്ധങ്ങളൊക്കെ ഇപ്പോൾ ഊഷ്മളമല്ലാതാകുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവരുടെ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റ്, അവരുടെ മകനായിരിക്കും. ഒരു ടീച്ചറെ സ്വന്തം മക്കളെ പോലെ 55 പേരുണ്ടെങ്കിൽ 55 പേര് സ്വന്തം മക്കളെ പോലെ കരുതണം. അല്ലാതെ ഒരു ക്രിമിനലിനോട് പെരുമാറുന്ന പോലെ 15 വയസ്സായി 14 വയസ്സായി കുട്ടിയോട് സംസാരിക്കുന്ന രീതിക്ക് എല്ലാം സംസാരിച്ചതാണ് അവരുടെ. ഞങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. നമസ്കാരം. പാലക്കാട് കുഴൽമന്ദത്ത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 14 വയസ്സുകാരൻ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. കേരളം ആശങ്കയോടെ ചർച്ച ചെയ്യുന്ന വിഷയം. വലിയ പ്രതിഷേധങ്ങളും കണ്ടു. ആരോപണങ്ങൾ നിരവധിയാണ്. അധ്യാപകർക്കെതിരെയും PTA-ക്കെതിരെയും കുടുംബം ആരോപണം ഉന്നയിക്കുന്നു. വീട്ടുകാർക്കെതിരെ പ്രധാന അധ്യാപികയും ഇതിനോടകം തന്നെ രംഗത്തെത്തി. കാലഘട്ടം മാറി, സ്കൂൾ സംവിധാനം പോലും മാറി മറിഞ്ഞു. പുതുതലമുറയ്ക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ എന്തുപറ്റി? ആരാണ് മാറേണ്ടത്? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല. നമ്മൾ കുറേ കാലങ്ങളായി ഇങ്ങനെ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയൊക്കെ മരണം കണ്ടുവരുന്നതാണ്. പാലക്കാട്ടെ വിഷയം പരിശോധിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് അവൻ്റെ സഹപാഠികളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശ്രീജ, എന്നെ കേൾക്കാൻ ആരും തയ്യാറായില്ല എന്നതാണ്. അതാണ് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം. ശ്രീജയ്ക്ക് എന്താണ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ തോന്നുന്നത്? ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. നമുക്കറിയാം, വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതേ തുടർന്നുണ്ടാകുന്ന കുട്ടികളുടെ പ്രതിഷേധങ്ങൾ, തുടരുന്ന ആത്മഹത്യകൾ, ഇതൊക്കെ ഇങ്ങനെ കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ ആത്മഹത്യയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കേരളം രാജ്യത്ത് 5ാം സ്ഥാനത്താണ്. സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യാ നിരക്ക് ഇങ്ങനെ കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം. അധ്യാപകരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു തലമുറയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. പല അധ്യാപകർക്കും അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഈ അശ്വതി സൂചിപ്പിച്ചതുപോലെ അധ്യാപകർക്കത് സാധിച്ചില്ലെങ്കിൽ കൂടി ആ കുട്ടിയെ അവരുടെ വീട്ടുകാർ ഒരു പക്ഷേ ചേർത്ത് പിടിച്ചിരുന്നു എങ്കിൽ ഇന്ന് ആ കുട്ടി ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലേ? ഒരുപക്ഷെ അവനെ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായിരുന്നു എങ്കിൽ അവനൊരു പക്ഷേ ഇന്ന് ഈ ലോകത്തുണ്ടായേനെ എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് മാറേണ്ടത് എന്നുള്ള ചോദ്യം മറുവശത്തുണ്ട്. നമുക്കറിയാം, പഴയ കാലം പോലെയല്ല, സ്കൂൾ കാലഘട്ടങ്ങൾ മാറി, രക്ഷിതാക്കളുടെ ക്യാരക്ടറുകൾ മാറി, കുട്ടികളും അങ്ങനെയല്ല വളർന്നു വരുന്നത്. ന്യൂ ജനറേഷനാണ്. ന്യൂജൻ എന്ന് പറയുമ്പോഴേ ആ ന്യൂജനൊപ്പം അധ്യാപകരും മാറേണ്ടതുണ്ട്. അവരെ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഈ കുട്ടിക്കൊരു തെറ്റുപറ്റി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുണ്ടായ ഒരു വിഷയമാണ്, അത് പിന്നീട് ചർച്ചയാകുന്നു. അതിൻ്റെ പേരിൽ ഒരു അധ്യാപിക അവനടുത്ത് അത് ചോദ്യം ചെയ്യുന്നു. സൈബർ സെല്ലിനെ അറിയിക്കുമെന്ന് പറയുന്നു. നീ വലിയ കുറ്റമാണ് ചെയ്തത്, അത് സൈബർ സെല്ലിൽ അറിഞ്ഞാൽ തന്നെ നീ ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത്തരത്തിൽ അവൻ്റെ മനസ്സിലേക്ക് ഇത്തരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ അവനെ പേടിപ്പെടുത്തുമ്പോൾ അവനെ കേൾക്കാൻ ആരും ഉണ്ടാകുന്നില്ല. ഇത് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയോ അതും അങ്ങനെ. ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞ് ഇത് തിരുത്തപ്പെടേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിൽ ആരാണ് കുറ്റക്കാർ എന്നുള്ളതാണ്. വീട്ടുകാർ പറയുന്നു അധ്യാപകർ അവനെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അധ്യാപിക പറയുന്നു പിന്നെ ഈ കുഞ്ഞിന് വീട്ടിൽ നിരന്തരം മാനസിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തു തന്നെ ആയാലും മരണത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് അധ്യാപകർ അവനെ കേട്ടില്ല, അല്ലെങ്കിൽ അവനെ പേടിപ്പിച്ചു. മാതാപിതാക്കളും അവനെ കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവനെ ആര് കേൾക്കും? ഒന്നാമത്തെ ഈ സ്കൂൾ കാലഘട്ടം മാറി. നമ്മൾ ഒക്കെ പഠിച്ചു വന്ന ഒരു കാലഘട്ടമേ അല്ല ഇപ്പോഴെന്ന് പറയുന്നത്. ഇപ്പം ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ കാലഘട്ടമാണ്. ഇപ്പം നമുക്കറിയാം, സ്കൂളിൽ പല കാര്യങ്ങളും അറിയിക്കുന്ന പോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ പോലും എങ്ങനെയാണ് നടക്കുന്നത്? ആ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ മൊബൈൽ കൊടുത്തു പോകും. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ഇതിന് ഇത്തരത്തിലുള്ള മോശം വശങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെയല്ലേ? തീർച്ചയായും. അശ്വതി, തെറ്റ് കണ്ടാൽ സ്വാഭാവികമായും തിരുത്തണം. പക്ഷെ അത് എങ്ങനെ വേണം എന്നുള്ളതാണ്. ഇവിടെ കുട്ടിയെയാണെങ്കിൽ അധ്യാപിക വല്ലാതെ അങ്ങ് ശാസിക്കുകയാണ്. എല്ലാ കുട്ടികളുടെയും മുമ്പിൽ അങ്ങ് ആക്ഷേപിക്കുകയാണ്. പോരാത്തതിന് അവനെ പേഴ്സണലായി വിളിച്ച് അത് എന്ത് സംസാരിച്ചു, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആ കുട്ടിക്കും ആ അധ്യാപികയ്ക്കും മാത്രമേ അറിയുകയുള്ളൂ.
അത്തരത്തിൽ എല്ലാ ആളുകളുടെയും മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു അപരാധിയായി ചിത്രീകരിക്കുമ്പോൾ ആ കുട്ടിക്ക് അത് എത്രത്തോളം നാണക്കേടുണ്ടാക്കി, അവൻ എത്രത്തോളം മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ്. 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. പലപ്പോഴും പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന ഒരു സമയം മാതാപിതാക്കൾക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ പലപ്പോഴും അവർ കൊടുക്കാറുണ്ട്. പക്ഷേ ആൺകുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു 12 മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടം ആൺകുട്ടികളെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു കാലഘട്ടം തന്നെയാണ്. ഒരുപാട് ഹോർമോണൽ വേരിയേഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തെറ്റേത് ശരിയേത് എന്ന് ഒരു പക്ഷേ അവർക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു കാലമാണത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ ചേർത്ത് നിർത്തേണ്ട ഒരു സമയം അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട സമയം അത് പക്ഷേ സംയമനത്തോടെ വേണം എന്നുള്ളതാണ്. പോകുന്നതിന് മുൻപ് അവൻ കൂട്ടുകാരനോട് പറയുകയാണ്, ഞാനില്ലടാ, ഞാൻ തീർന്നു, ഞാൻ ഇനി ഇല്ല എന്നുള്ളത് പറഞ്ഞു. ശ്രീജ, ആ കുരുന്നിൻ്റെ മനസ്സിൽ എത്രത്തോളം ആഘാതം ഉണ്ടായിട്ടായിരിക്കും വീട്ടിൽ വന്നു പോലും അതിൻ്റെ രക്ഷിതാക്കളോട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പോലും കൂട്ടാക്കാതെ നേരെ പോയി ഇങ്ങനെയൊരു കടും കൈ ചെയ്യണമെങ്കിൽ ആ കുരുന്ന് മനസ്സിന് എത്രത്തോളം ആഘാതമായിരിക്കും നേരിട്ടിട്ടുണ്ടാകുക. തീർച്ചയായും അവൻ യൂണിഫോം പോലും മാറ്റിയിട്ടില്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, എല്ലാത്തിനും പരിഹാരം ബന്ധങ്ങൾ തന്നെയാണ്. നല്ലൊരു സുഹൃത്തിനോട് സംസാരിച്ചാൽ അവനൊരു പക്ഷേ ഉപദേശിച്ചു കൊടുക്കാം, അങ്ങനെയല്ല ഇങ്ങനെയാണ്, നീ അങ്ങനെ ചിന്തിക്കരുതേ എന്നൊരു പക്ഷേ പറഞ്ഞു കൊടുക്കാം. ബന്ധങ്ങളൊക്കെ ഇപ്പോൾ ഊഷ്മളമല്ലാതാകുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടായിരിക്കും ഒരുപക്ഷെ പല കുട്ടികളും വളർന്നു വരുന്നത്. അപ്പോൾ അവരോട് സ്വന്തം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് കഴിയാതെയായി വരുന്നു. ഒരുപക്ഷെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടാകും, അവർ അവരുടെ ജോലി തിരക്കിൽ ഇങ്ങനെ മുഴുകുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, ഇതിനിടയ്ക്ക് കുട്ടിയുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ കുട്ടിയുടെ കാര്യങ്ങൾ അറിയാനോ ഒന്നും അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നമ്മൾ ഇടയ്ക്ക് ഒരു വിഷയം കണ്ടായിരുന്നു, എയോട്, അങ്ങ് വിദേശത്താണ്, എയോട് സംസാരിച്ച് തൻ്റെ പ്രശ്നങ്ങളൊക്കെ എയോട് സംസാരിച്ച് കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ അപ്പോൾ എയോട് വരെ ആശ്രയിക്കുകയാണ്. മനുഷ്യരോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് തിരുത്തലുകൾ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും തിരുത്തലുകൾ വേണമെന്ന് ഞാൻ പറയും. നല്ലൊരു സമയം കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ പഠിപ്പിക്കുന്ന സമയമല്ല, അവരോടൊപ്പം കളിക്കുന്ന സമയമല്ല, കുട്ടികളെ കേൾക്കാനുള്ളൊരു സമയം മാതാപിതാക്കൾ മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇനി തിരുത്തേണ്ടത് ഈ സ്കൂൾ തലത്തിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നു, ഈ കുട്ടികളെ പഠിക്കാനായി വല്ലാണ്ടങ്ങ് നിർബന്ധിക്കുന്നുണ്ട്. പഠിച്ച് ഞങ്ങൾ മുന്നിലെത്തണം എന്ന സ്കൂളുകൾക്കിടയിൽ തന്നെ നല്ലൊരു കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. ചില കുട്ടികൾ പഠിത്തത്തിൽ മികവ് കാണിക്കുന്ന കുട്ടികളായിരിക്കാം, മറ്റു ചിലർ കായിക രംഗത്ത് അല്ലെങ്കിൽ മറ്റു ചിലർ കലാരംഗത്ത്, അങ്ങനെ പലതരത്തിൽ. ഇതൊന്നുമില്ലാതെ മറ്റു ചില കുട്ടികളും ഉണ്ടാകാം. അത്തരത്തിലുള്ള കുട്ടികളെ മാറ്റിയെടുക്കേണ്ടത് അധ്യാപകരാണ്. ടീച്ചർമാർക്ക് പ്രിയപ്പെട്ട ചില കുട്ടികൾ ഉണ്ടാകാം, അല്ലേ? അല്ലെങ്കിൽ മികവ് പുലർത്തുന്ന കുട്ടികളോടായിരിക്കാം ഒരു പക്ഷേ താല്പര്യം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡൊക്കെ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല. എന്തെങ്കിലും കഴിവില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ, ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള കുട്ടികൾ സ്വാഭാവികമായും മാനസികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികളായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ ചേർത്ത് നിർത്താൻ അധ്യാപകർ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ മാറുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി മാറും. പിന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യയാണ് അതിനൊരു സൊല്യൂഷൻ എന്ന് ചിന്തിക്കരുത് ഒരിക്കലും. എല്ലാ പ്രശ്നങ്ങളും തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക. തുറന്ന് സംസാരിക്കാൻ ആരുമില്ലാത്തപ്പോഴാണ് അവൻ ഒറ്റപ്പെട്ടു പോകുന്നത്. പഴയ കാലങ്ങളിൽ അങ്ങനെയല്ല, അവൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, അമ്മയുണ്ടാകും, അച്ഛനുണ്ടാകും, അല്ലെങ്കിൽ അമ്മൂമ്മയുണ്ടാകും, അപ്പൂപ്പനുണ്ടാകും. പഴയ തലമുറയുടെ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്, ഈ അണുകുടുംബമാകുന്നതിന്റെ ഒരു വിഷയമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഉള്ള കേൾക്കാൻ, അവനെ എന്ത് വിഡിതരമാണെങ്കിൽ പോലും വന്നു പറയുമ്പോൾ അവനെ കേൾക്കാൻ ഒരു കാത് അവിടെ ഉണ്ടാകും. ഇപ്പോഴത്തെ ജനറേഷൻ ഗ്യാപ്പിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നതാണ്. അവൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ അത് അവൻ്റെ പ്രായം അതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകളിലൂടെയാണ് ഈ പറയുന്ന രക്ഷിതാക്കൾ പോലും അത്തരത്തിലുള്ള അവരുടെ കാലഘട്ടത്തിലെ തെറ്റുകളിലൂടെയാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പും അവർ ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട തെറ്റുകൾ ഉണ്ടായി പോയേക്കാം, അത് ക്ഷമിച്ച് അവനെ പറഞ്ഞു മനസ്സിലാക്കി അവനെ കൂടെ നിർത്തിയാൽ മാത്രമേ പുതുതലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലത്തെ ആത്മഹത്യാ പ്രവണതകളൊക്കെ ഇനിയും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ മറുവശമുണ്ട്, ഇങ്ങനെയുള്ളൊരു പലയിടത്തുനിന്നും പല വീടുകളിൽ നിന്നുമാണ് കുട്ടികൾ എത്തുന്നത് സ്കൂളിലേക്ക്. ആ സ്കൂളിലേക്ക് എത്തുന്ന പലരും പല സാഹചര്യത്തിൽ നിന്നും വരുന്നതായിരിക്കും. ഈ അർജുൻ്റെ കാര്യം തന്നെ എടുത്താൽ പോലും ശ്രീജ, നമ്മൾ കുടുംബ പശ്ചാത്തലത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവനൊരു കുഞ്ഞനിയത്തിയോ അനിയനോ എന്തായാലും
ഒരാളുണ്ട്, അത് ഇവനെക്കാട്ടിലും നല്ല ജനറേഷൻ ഗ്യാപ്പുണ്ട്, 10 വയസ്സോളം ഇളയതാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്, അമ്മ എന്നെ നോക്കുന്നില്ല, കാണുന്നില്ല, അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നില്ല, അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ല. അത് അവൻ പല സഹപാഠികളോട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പല പ്രതികരണങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവനെ കേൾക്കാൻ ആരുമില്ല, അങ്ങനെ പല കാര്യങ്ങൾ, പല സമ്മർദ്ദങ്ങൾ ഇവൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴാണ് ഈ അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഇത്തരം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അവന് അത് മാനസികമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയത്. ഇനി അങ്ങനെയുള്ളൊരു കുട്ടിയാണെങ്കിൽ ഇത് അധ്യാപിക മനസ്സിലാക്കണ്ടേ, ഇവൻ ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ നിന്ന് കടന്നു വരുന്നതാണ്, ഈ കുട്ടിയെ എങ്ങനെ മികച്ചതാക്കാം, ഈ കുട്ടിയുടെ മാനസിക അവസ്ഥ എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നൊക്കെ അധ്യാപിക കൂടിയല്ലേ ചിന്തിക്കുന്നത്. ചിന്തിക്കേണ്ടത് അധ്യാപിക കൂടെയല്ലേ. എന്നാലല്ലേ നമുക്ക് അവരെ അധ്യാപിക എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. കൗൺസിലിംഗ് പോലുള്ള മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ശ്രീജ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൽ. അതൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തി അവൻ ചെയ്യുന്നതൊക്കെ തെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് കാണിക്കപ്പെടുമ്പോഴാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് പോകുന്നത് എന്നതാണ്. തീർച്ചയായും നമുക്ക് എല്ലാ അധ്യാപകരെയും ഈ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. വിദ്യാർത്ഥികളെ കേൾക്കുന്ന, അവരോട് ഒരു സുഹൃത്തിനെ പോലെ ഇടപഴകുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവരോട് എൻ്റെ മകനൊക്കെ ഇങ്ങനെ വന്ന് പറയാറുണ്ട്, ഒരു പ്രത്യേക ടീച്ചറിൻ്റെ പേരൊക്കെ എടുത്തു പറഞ്ഞ് അവരോടുള്ള ഇഷ്ടം അവൻ്റെ വാക്കുകളിൽ അപ്പോൾ പ്രതിഫലിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കുട്ടികൾക്ക് പക്ഷേ ആ ഒരു അമ്മയോടുള്ള പോലുള്ള സ്നേഹം അധ്യാപികയോട് ഒരു പക്ഷേ ആ കുട്ടികൾക്കുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെക്കാൾ ഏറെ ഈ ടീച്ചറിനോടൊക്കെ അവരോട് അത്ര സ്നേഹം വരുമ്പോൾ അവർ പറയുന്നതൊക്കെ കേൾക്കാൻ അവർ തയ്യാറാണ്. ശ്രീജ, ഇപ്പം ശ്രീജ പറഞ്ഞു നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്, പല രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ഇത്തരത്തിലൊരു വാർത്ത കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന ഒരു പക്ഷേ നമ്മളുടെ കൂട്ടത്തിലുള്ള കുട്ടികളുടെ മുഖം തന്നെയായിരിക്കും. കാരണം ഈ കുട്ടികളും അവരെ പോലെ തന്നെ അല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിങ്ങലുണ്ട്, കുട്ടികൾ എന്താണ് ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത്, ജീവിതം ഇതല്ലല്ലോ, അവർ ഇനിയും എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു എന്നുള്ള വിങ്ങലോടുകൂടിയായിരിക്കും ഈ ഒരു വാർത്തയെ കേൾക്കുന്നത് തന്നെ. തീർച്ചയായും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ അധ്യാപകർ പണ്ടത്തെ കാലത്തേക്ക് നമുക്കറിയാം, അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പി ചെയ്യില്ല എന്ന് പറഞ്ഞ് അധ്യാപകർ വല്ലാത്ത രീതിയിൽ കുട്ടികളെ അടിക്കുന്നുണ്ട്, ശാസിക്കുന്നുണ്ട് ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ കാലം മാറി, അധ്യാപകർക്ക് വടിയെടുക്കാൻ കഴിയുന്നില്ല. കാലം മാറി അനുസരിച്ച് അധ്യാപകർക്ക് മാറേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും പൊരുത്തപ്പെടാനാകാത്ത ചില അധ്യാപകരുണ്ട്. അവർക്ക് ആ ഒരു പഴയ കാലത്തിൻ്റെ ഒരു ടച്ച് ഇപ്പോഴും ഉണ്ട്. അതെ, ഇങ്ങനെ പോകാവൂ, ഇങ്ങനെ പാടുള്ളൂ. അപ്പോഴും ആ ഒരു കാലഘട്ടം അവർ മനസ്സിലാക്കുന്നില്ല. അവർ വളർന്നു വന്ന കാലഘട്ടം നമ്മൾ വളർന്നു വന്ന കാലഘട്ടമല്ല ഇത് എന്ന് അധ്യാപകരും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ വാർത്ത ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും സംസാരിച്ചങ്ങ് തീരും. പക്ഷേ കുടുംബത്തിന്റെ വേദന, പ്രതിഷേധങ്ങൾ ഇങ്ങനെ 2-3 ദിവസം തുടരും. അതിനുശേഷം ഈ കാര്യം അങ്ങനെ നിന്നു പോകും. ഇങ്ങനെ ഒരു സംഭവം അടുത്തത് ആവർത്തിക്കുന്നത് വരെ ഇതിങ്ങനെ തുടരും. പക്ഷേ ആ വീട്ടുകാരുടെ വേദന ഒരു കാലത്തും പോകില്ല. ആ കുട്ടിയുടെ മുഖം നമ്മുടെ ഇപ്പം അശ്വതി പറഞ്ഞതുപോലെ നമ്മുടെ വീടുമായിട്ടൊക്കെ നമ്മൾ അറിയാതെ അങ്ങ് കണക്റ്റായി പോകും ഈ ഒരു വിഷയം എന്ന് പറയും. ഇങ്ങനെ ഇത്തരം സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അതാണ് മാറേണ്ടത്. ഒരുപാടുണ്ട്. കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെല്ലാവരും മാറണം. അത് അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും മാറണം. ഇനി അവർ തിരുത്തപ്പെടുന്നില്ലെങ്കിൽ അവരെ തിരുത്താനുള്ള വഴി എന്താണെന്ന് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച് അവരെ തിരുത്തുകയാണ് വേണ്ടത്. അതിനെന്തെല്ലാം വഴികളുണ്ട് ശ്രീജ. ഇപ്പോൾ ഈ അധ്യാപികയുടെ കാര്യം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പ്രധാന അധ്യാപിക ഈ അധ്യാപികയെ അങ്ങ് വെള്ളപൂശുകയാണ്. അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും അത് സമ്മതിക്കുന്നുമില്ല. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഇങ്ങനെ ചെയ്യുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ ശ്രീജയ്ക്ക്? കുട്ടികൾ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അധ്യാപിക നല്ല ടീച്ചറാണ്, പക്ഷേ എന്നാൽ പോലും പർപ്പസ്ഫുള്ളി പലപ്പോഴായി, ഒരിക്കലെന്നല്ല പല തവണയായി ഇവനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ തന്നെ തോന്നുകയാണ് ഞാൻ ശരിയല്ല, എനിക്കെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ എന്നെ തന്നെ ഇങ്ങനെ കളിയാക്കുന്നത്, അപ്പോൾ എന്നിലാണ് പ്രശ്നം എന്ന് അവൻ സ്വാഭാവികമായി ചിന്തിക്കുകയാണ്. ഒടുവിൽ അവൻ ജീവൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ മാറേണ്ട ഒരു കാലം കഴിഞ്ഞു. ആ അധ്യാപിക അങ്ങനെയല്ലായിരുന്നു എങ്കിൽ ഈ കുട്ടികൾ ഒന്നടങ്കം പ്രതിഷേധവുമായി, ആ സ്കൂൾ മൊത്തം ഒന്നടങ്കം പ്രതിഷേധവുമായി വരില്ല. 4 ദിവസമാണ് ഈ ഒരു കാര്യത്തിൽ പോലും സ്കൂൾ അടച്ചിട്ടത് 4 ദിവസമാണ്. പ്രതിഷേധങ്ങളിലൊക്കെ ഒടുക്കാൻ കഴിയുന്നതാണോ ഈ കാര്യങ്ങൾ? അല്ലെങ്കിൽ ഒരു ജീവന്, ഒരു കുരുന്നിന് ഇത്രയും വിലയുള്ളൂ? തീർച്ചയായും. എന്തായാലും എവിടെയാണ് പ്രശ്നം, ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വഴിയെയാണ് അറിയാനുള്ളത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. സത്യം എന്തായാലും തെളിയും. എന്തായാലും പഴയ കാലമല്ല. കുട്ടികളോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നിയന്ത്രണം പാലിക്കാൻ അധ്യാപകർക്ക് കഴിയണം. മാറുന്ന കാലത്തിനനുസരിച്ച് കുട്ടികളുടെ മനസ്സിന് ശക്തി പകരാനുള്ള ഉത്തരവാദിത്തം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുണ്ട്. ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും സംയമനം പാലിക്കാൻ
കുട്ടികളും തയ്യാറാകണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ബന്ധങ്ങൾ ഊഷ്മളമാകട്ടെ.